പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു നെറ്റ്വർക്ക് അഡാപ്റ്ററാണ്. അതായത് നമ്മുടെ എതർനെറ്റിനെ പിടിച്ച് USB ടൈപ്പ് C ആക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. TP-Link എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നെറ്റ്വർക്ക് അഡാപ്റ്ററാണ് ഈ സംഭവം. LAN വയേർഡ് അഡാപ്റ്റർ ഫോർ അൾട്രാ ബുക്ക്, ക്രോം ബുക്ക്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പിന്നെ മൊബൈൽ ഫോൺ, അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് ഈ സംഭവം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എതർനെറ്റ് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് എതർനെറ്റാണ്. അപ്പോൾ ഈ എതർനെറ്റ് ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പുകളിലൊന്നും തന്നെ എതർനെറ്റ് പോർട്ടോ അല്ലെങ്കിൽ CD ഡ്രൈവോ അങ്ങനെയുള്ള HDMI പോർട്ടോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലുള്ളൊരു അഡോപ്റ്റർ വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വൈഫൈയിൽ എടുക്കുന്നതിനേക്കാൾ ഇൻ്റർനെറ്റ് സ്പീഡ് ഹൈ സ്പീഡാണ് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് നോക്കാം. ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്യുക. ഇത് കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ മൊബൈൽ ഫോണിൽ ഇപ്പോൾ കണക്ഷനൊന്നുമില്ല, ഒരു കണക്ഷനുമില്ല, നെറ്റില്ല. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള നെറ്റ്വർക്ക് കാണിച്ചു തരാം. നമ്മളിത് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് മുകളിൽ ഒരു പ്രത്യേക സിമ്പൽ വരും. ഇത് കണ്ടോ, 2 ആരോ മാർക്ക്, അപ്പുറവും ഇപ്പുറവും ഉള്ള ആരോ മാർക്ക് പോലുള്ളൊരു സിമ്പൽ വരും. ഇനി നമ്മൾ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് നെറ്റായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. സാധാരണ വൈഫൈയിൽ എടുക്കുന്നതിനേക്കാളും ഹൈ സ്പീഡ് നെറ്റ്വർക്കായിരിക്കും വരുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ കേബിൾ വഴി വരുന്ന നെറ്റ്വർക്കാണ്. ഇതിൻ്റെ മുകളിൽ ഈ സിമ്പൽ കണ്ടല്ലോ, ഈ സിമ്പൽ, ആ സിമ്പൽ വെച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വേറൊരു നെറ്റ്വർക്കും ഇവിടെ ഓണല്ല. കണ്ടോ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് 91 ഡൗൺലോഡ് സ്പീഡും അപ്ലോഡ് സ്പീഡ് 83 Mbps ആണ് വരുന്നത്. ഇനി നമുക്ക് അഡോപ്റ്റർ ഇല്ലാതെ ഇത് കണക്ട് ചെയ്യാതെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൂടി ഇനി ഞാൻ വൈഫൈയിൽ കണക്ട് ചെയ്യാണ്. ഏകദേശം 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വൈഫൈ കണക്ട് ഉള്ളത്, വൈഫൈൻ്റെ. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം അതിൻ്റെ പകുതി മാത്രമാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. അപ്പം നല്ല സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ പുതിയതായി വാങ്ങുന്ന ലാപ്ടോപ്പുകളിലൊക്കെ തന്നെ ഈ പോർട്ട് ഉണ്ടായിരിക്കില്ല. എതർനെറ്റ് പോർട്ട് ഉണ്ടാവില്ല, HDMI പോർട്ട് ഉണ്ടാവില്ല, CD ഡ്രൈവ് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഇതുപോലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നതിന് ഇതുപോലുള്ള ഒരു അഡോപ്റ്റർ വാങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് TP-Linkൻ്റെ ഒരു പ്രോഡക്റ്റാണ്. TP-Link നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അവർക്ക് ധാരാളം കമ്പ്യൂട്ടർ പെരിഫറൽസൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം ഇത് 1100ഓളം രൂപ വിലയുണ്ട്. ഓഫറിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്കൊക്കെ ലഭിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും. അന്നേരം പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങുക. ഓക്കെ.